നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെമിനാർ ക്രമീകരിക്കുവാൻ തക്കവണ്ണം IPC സഹോദരി സമാജത്തെ ദൈവം പ്രേരിപ്പിച്ചതിനായിട്ട് ഞാൻ ദൈവത്തിന് സകല മഹത്വവും കരയേറ്റുകയാണ്. ഏത് ഉത്തരവാദിത്തത്തിനും ചലഞ്ചസ് ഉണ്ട്. ഈ ചലഞ്ചസ് ഫേസ് ചെയ്യുവാൻ ദൈവകൃപയും ധൈര്യവും നമുക്ക് വളരെ അത്യാവശ്യമാണ്. ഈ പ്രാവശ്യം റീജിയൻ കൗൺസിൽ കൂടിയപ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആരംഭ സമയത്ത് സഹോദരി സമാജത്തിൻ്റെ ഭാരവാഹികൾ ഇങ്ങനെയൊരു കാര്യം അവിടെ പ്രസൻറ്റ് ചെയ്യുകയും അത് എല്ലാവരുടെയും സന്തോഷത്തോടുകൂടെ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ സെമിനാറിലേക്ക് പ്രസംഗിക്കുവാൻ ആരെ ക്ഷണിക്കണം എന്നുള്ള ചിന്തയുണ്ടായപ്പോൾ എല്ലാവരും യുനാനിമസായിട്ട് അംഗീകരിച്ച ഒരു പേരാണ് പ്രൊഫസർ സലോമി ജോർജിൻ്റേത്. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അല്പമായിട്ട് കേൾക്കുവാൻ നമുക്ക് സാധിച്ചു. IPC റീജിയൻ്റെ പ്രവർത്തനത്തിൽ ഏറ്റവും ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന സഹോദരി സമാജത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൻ്റെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, കൗൺസിൽ മെമ്പേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ഇത്രയും സഹോദരിമാരെ ഈ ഹാളിൽ കാണുവാൻ നമുക്ക് ഇടയായി തീർന്നത്. സകല അഭിനന്ദനങ്ങൾക്കും അവർ യോഗ്യരാണ്. ദൈവം ഈ പ്രവർത്തനത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുകയും റീജിയൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അവർക്കുള്ള അഭിനന്ദനങ്ങളെ ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട പാട്ട് ലീഡ് ചെയ്യുവാൻ്റെ കൊണ്ടും കടന്നുന്ന സഹോദരിക്കായിട്ടും ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസഗോളത്തിൽ താലന്തുകൾ ഉള്ള, അല്ലെങ്കിൽ ദൈവകൃപയോടെ പ്രവർത്തിക്കുന്ന അനേക തരുണിമണികൾ ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു പ്രാവശ്യം കൂടെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഈ കോൺഫറൻസ് നമ്മളെ സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അവിടെയായി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന ദൈവഭക്തരായ മക്കൾക്കായിട്ട്, ദൈവദാസിമാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സദൃശവാക്യങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. അതുകൊണ്ട് മറ്റ് പ്രശംസയേക്കാൾ നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് യഹോവ ഭക്തിയാണ്. അപ്പോൾ ആ പ്രശംസ ഇവിടെ തന്നെയല്ല, അത് സ്വർഗത്തിൽ വരെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് യഹോവ ഭക്തിയോടുകൂടെ പ്രശംസിക്കപ്പെടുക എന്നുള്ളത് നമ്മൾക്കേവർക്കും ഏറ്റെടുക്കേണ്ടതായ ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ പ്രഭാതത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. നാം ഇവിടെ കേട്ടതുപോലെ നാം ഇവിടെ വന്ന് ഒരു വ്യക്തിയെ കാണുവാൻ, അവരുടെ പരിജ്ഞാനത്തിൻ്റെ അളവ് നോക്കുവാനല്ല നാം വന്നിരിക്കുന്നത്. നാം കാണുവാൻ വന്നിരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ കാണുവാനാണ്. കർത്താവിനെ കണ്ടുകൊണ്ട് മടങ്ങിപ്പോയാൽ, കുവൈറ്റ് ഇത്രയും സഹോദരിമാർ കർത്താവിൻ്റെ ദർശനം പ്രാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയാൽ കുവൈറ്റ് ഉണരാൻ പോവുകയാണ്. കുവൈറ്റിൽ വലിയ അത്ഭുതങ്ങൾ നടക്കാനായിട്ട് പോവുകയാണ്. കാരണം വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ ദർശിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും കർത്താവ് ഒരു സഹോദരിയെ, അല്ലെങ്കിൽ ദൈവഭക്തിയായ ഒരു സ്ത്രീയെ എഴുന്നേൽപ്പിച്ചു, അവരതിനു വേണ്ടി പ്രവർത്തിച്ചു. അവിടെയൊക്കെ തീർച്ചയായിട്ടും ദൈവം അത്ഭുതങ്ങളെ ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. രൂത്തിന്റെ പുസ്തകത്തിൽ കാണുന്ന ഇസ്രായേൽ ഗൃഹം പണിതത് 2 സ്ത്രീകളാണെന്നാണ് പറയുന്നത്. അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്. അപ്പോൾ ഗൃഹം പണിയുന്നത് സഹോദരിമാരാണ്. ഗൃഹം നശിപ്പിക്കുന്നതും ഭോഷത്വമായവൾ നശിപ്പിച്ച് കളയുകയും ചെയ്യും. അപ്പോൾ പണി എഴുന്നേറ്റ് നാം, ഇവിടെ പാട്ട് പാടിയപ്പോൾ സഹോദരിമാർ പാടി, എഴുന്നേറ്റ് നാം പണിയുക. പണിയാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് സഹോദരിമാരെ. അതുകൊണ്ട് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ധൈര്യം പകരുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന സഹോദരിമാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം പലപ്പോഴും ചിന്തിക്കാറുള്ളത് ശപിക്കപ്പെട്ടത്
അവ്വായുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നെങ്കിൽ, പിന്നെ ഇങ്ങോട്ട് കാണുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടത് ചില സഹോദരിമാരുടെ പ്രവർത്തനങ്ങൾ മുഴുവനെയാണെന്നും നമുക്ക് കാണുവാൻ കഴിയും. തകർന്നതായൊരു കുടുംബമാണ് നവോമിയുടേത്. പക്ഷേ അവിടെ ദൈവം രൂത്തിനെ കൊണ്ടാണ് ആ കുടുംബത്തെ വിടുവിച്ചെടുക്കുന്നത്. രൂത്ത് യാതൊരു യോഗ്യതയുമില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു. പക്ഷേ അവൾ അമ്മാവിമ്മയോട് പറ്റി നിന്നു. അവളുടെ ദൈവത്തെ അനുസരിപ്പാൻ, ആരാധിപ്പാൻ യോഗ്യതയായി അല്ലെങ്കിൽ ഇടയായതുകൊണ്ട് ആ കുടുംബം അനുഗ്രഹിക്കപ്പെടുവാൻ, അതുപോലെ തന്നെ ഇശ്ശായിയുടെ ആ ജനനം കൊടുക്കുവാൻ്റെ കവണം ദൈവം തിരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്ന് രൂത്തിനെ വിടുവിക്കുവാൻ രൂത്തിനെ ഉപയോഗിച്ചപ്പോൾ, ഒരു ദേശത്തിൻ്റെ തകർച്ചയിൽ നിന്ന് ദൈവം ഉപയോഗിച്ചത് ഒരു എസ്തേർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട വനിതയാണ്. അല്ലെങ്കിൽ യഹൂദാ ജനം മുഴുവനായി തകർക്കപ്പെടുവാൻ പോയപ്പോൾ, അവർക്കെതിരായിട്ട് വിളംബരം പുറപ്പെട്ടപ്പോൾ ദൈവം മുന്നമേ ഒരു എസ്തേറിനെ അവിടെ കരുതിയിരുന്നു. അപ്പോൾ ഇന്ന് ലോകത്തിൽ ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകമായി നാം ആയിരിക്കുന്ന രാജ്യത്ത് നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ചലഞ്ചസിനെ ഫേസ് ചെയ്യുവാൻ, വെല്ലുവിളികളെ നേരിടുവാൻ സഹോദരിമാർക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തമുണ്ട്. അത് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പ്രാർത്ഥനാ മുറിയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതിനായിട്ടല്ലോ നീ സ്ഥാനത്തായിരിക്കുന്നത്. You are called to be for a special purpose. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ഒരു ദൈവത്തിൻ്റെ പ്രത്യേക ഉദ്ദേശമുണ്ട്. അവനത് മുന്നമേ കണ്ട് നിന്നെയും എന്നെയും ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം ചലഞ്ചസിനെ ഫേസ് എഴുന്നേൽക്കുമ്പോൾ, ഹാമാനെ കഴുകുമരത്തിൽ തൂക്കിയിട്ട് മൊർദെഖായിയെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് സഹോദരിമാരെ, ഇന്ന് 2 നാളുള്ള സെമിനാറുകൾ ചില ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കുന്നവരായി തരണം. ഭാരതത്തിന് വേണ്ടി ചില ചലഞ്ചസ് ഏറ്റെടുക്കുവാൻ, യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടിക്കുവാൻ വിളംബരം പുറപ്പെടുവിച്ചപ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും ആ വിളംബരത്തെ തിരുത്തി എഴുതിയെങ്കിൽ, അത് എസ്തേറിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ, നമ്മൾ ചിലരെ ദൈവം അതിനായിട്ട് ഉപയോഗിക്കട്ടെ. അതുകൊണ്ട് ദിവസങ്ങളിൽ നടക്കുന്നതായി 2 ദിവസം നടക്കുന്ന സെമിനാർ പ്രാർത്ഥനയോടെ നമ്മൾ അറ്റൻഡ് ചെയ്ത് ചില ചലഞ്ചസ് നമ്മൾ ഏറ്റെടുത്ത് കൊണ്ടുപോകുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഒരു ബിസിനസ്സുകാരനായിരുന്നു നാബാലിനെ കൊല്ലാൻ ദാവീദ് പുറപ്പെട്ടതാണ്. പക്ഷേ അവിടെ ഒരു അബീഗയിലുണ്ടായിരുന്നു, ഒരു ദുഷ്ടനായ നാബാൽ. അവൻ്റെ അവിവേകത്തിന് വിവേകമുള്ളതായ ഒരു അബീഗയിൽ പുറപ്പെട്ടത് കൊണ്ട് ദൈവം അവിടെ ഒരു വിടുതൽ അയച്ചു. അവിവേകത്തെ വിവേകം കൊണ്ടും ദൈവഭക്തി കൊണ്ടും നേരിടുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ. ദൈവം ദൂതേൽപ്പിച്ചതും അറിയുക. നീ പോയി പത്രോസിനോട് യോഹന്നാനും പറയണം, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു ദൂതുമായിട്ട് പോകണം, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ആ ദൂത് പറയുമ്പോൾ മരിച്ച ചിലർ ജീവിക്കുവാനിടയായിത്തീരും, നിരാശ മാറുവാനിടയായിത്തീരും. ദൈവം നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പകൽക്കാലം ഇത് ഉദ്ഘാടനം ചെയ്യുവാനുള്ള ചുമതലയാണ് ദൈവം ഈ ചുമതലക്കാരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ സെമിനാർ ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വീണ്ടെടുക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളായ രാത്രി പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത്, ആ നല്ല ഉറപ്പുള്ളവർ നല്ല ശക്തമായിട്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അല്പസമയം ദൈവത്തെ പാടി ആരാധിക്കാൻ പോവുകയാണ്. പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പാടുമ്പോഴാ അത്ഭുതങ്ങൾ നടക്കുന്നത്, വിടുതലൊക്കെ നടക്കുന്ന പാടുമ്പോഴാണ്. അങ്ങനല്ല, വിടുതൽ പ്രാപിച്ചവരാണ് പാടുന്നത്.
വിടുതൽ പ്രാപിക്കാത്തവർ പാടിയിട്ട് കാര്യമില്ല. പിന്നെ പ്രാപിക്കുന്നത് കാണുമ്പോൾ അവർക്ക് കൂടെ വിടുതൽ നടക്കും എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കില്ല, വിടുതൽ പ്രാപിച്ചവരെ ആരാധിക്കുന്നത്. അപ്പോൾ ഇത് വിടുതൽ പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനം, നമ്മൾ അത്ഭുതം കാണുമ്പോൾ അവരിവിടെ അങ്ങ് അനുഗ്രഹിക്കും, പ്രാപിക്കുക. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അല്പസമയം നമ്മൾ ദൈവത്തെ പാടി ആരാധിക്കുമ്പോൾ നമുക്കൊന്ന് ശക്തി, ദൈവത്തിന് നാം ഒരുമിച്ച് മഹത്വം കൊടുക്കുക. പാട്ടിലത്തൊക്കെ ഉള്ള ദൈവത്തിൻ്റെ വചനമാണ്. നാം ഒരുമിച്ച് ആ വചനത്തെയാണ് ഉയർത്തുന്നത്. നാം ഒരുമിച്ച് ദൈവത്തെ ഈ പകൽക്കാലം മഹത്വപ്പെടുത്തുമ്പോൾ, ഹല്ലേലൂയ, ഈ പാട്ടൊക്കെ ഞങ്ങൾ പാടുമ്പോൾ ഈ പ്രഷറും ഡയബറ്റിക്സും ഉള്ളതൊക്കെ ഒന്ന് മാറാനിടയായിത്തീരും. കരമൊക്കെ അടിക്കുമ്പോഴേ സഹോദരിമാരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് വെറുതെ ഞങ്ങൾ സ്റ്റിഫായിട്ടിരിക്കുക, നമുക്ക് ഒരുമിച്ച് പാടി ദൈവം സന്തോഷിക്കാം. ഇന്ന് ഞാൻ എപ്പോഴും ഞങ്ങളുടെ സഭാഗത്തിൽ പറയാറുണ്ട്, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. ഈ പകൽക്കാലം എത്രയോ പേർക്ക് എഴുന്നേക്കാൻ വയ്യാത്തവരുണ്ട്. എന്നാൽ കർത്താവ് ദൈവമക്കളെ നമ്മളിവിടെ കൊണ്ടുവന്നു. ഇന്ന് നാം സന്തോഷിക്കണം, ഇന്ന് നാം ആനന്ദിക്കണം. നാളത്തെ ദിവസം നമുക്കുള്ള ഇന്ന് ദൈവം നമുക്ക് തന്ന ദിവസമാണ്. അതുകൊണ്ട് നമുക്ക് അല്പസമയം കർത്താവിൽ നമുക്ക് പാടി ആരാധിക്കാം. അതിനായി സഹോദരിമാരെ ലീഡ് ചെയ്യാൻ ക്ഷണിക്കുന്നു. ദൈവം പ്രൈസ് ദി ലോർഡ്. ദൈവം എനിക്ക് ഈ അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അറേഞ്ച് ചെയ്ത ആൻറ്റിമാർ, പാസ്റ്റർ അങ്കിൾമാരെ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി ദാറ്റ് ത്രൂ ഗോഡ് യു ഓൾ ഗേവ് മീ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ച അതേ ആലോചനയാണ് ഇന്ന് ഇനോഗ്രേറ്റ് ചെയ്ത പാസ്റ്റർ അങ്കിൾ പറഞ്ഞത്. ഹല്ലേലൂയ. ചലഞ്ചസ്. 7000 പേര് ബാലിൻ്റെ വിഗ്രഹത്തിന് മുമ്പാകെ വണങ്ങാതെ ദൈവം കണ്ടിരുന്നു. പക്ഷെ ചലഞ്ച് ഏറ്റെടുത്ത ഒറ്റ ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഹല്ലേലൂയ. അവൻ ആ പർവ്വതത്തിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്നിട്ട് ഒരു ഡീൽ വെച്ചു. തീയാൽ ഉത്തരം അരുളി ചെയ്യുന്നവൻ തന്നെയാണ് ജീവനുള്ള ദൈവം. അപ്പോൾ അവർ വൈകിട്ട് വരെ ഇരുന്ന് പരിശ്രമിച്ചു, അവരുടെ ദൈവത്തെ ബാലിനെ വിളിച്ചു, പക്ഷെ തീ ഇറങ്ങിയില്ല. അങ്ങനെയാണെങ്കിൽ ഏലിയാവിന് ഫുൾ റൈറ്റ് ഉണ്ട് വാളെടുത്ത് വെട്ടാൻ. തീ ഇറങ്ങിയില്ലല്ലോ. പക്ഷെ ഡീൽ അതല്ല, നീ തീ ഇറക്കി കാണിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ചലഞ്ച് ഏറ്റെടുക്കാൻ വന്നിരിക്കുന്ന ആൻറ്റിമാരും ചില ബ്രദേഴ്സും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എക്സ്പെഷ്യലി ഇതൊരു സിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് ചലഞ്ച് ഏറ്റെടുക്കാൻ വന്നിരിക്കുന്ന സഹോദരിമാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമ്മുടെ ഡീലാണ്, തീ ഇറക്കി കാണിക്കണം. ഹല്ലേലൂയ. എങ്കിൽ നമ്മൾ വാളെടുത്ത് വെട്ടണ്ട, വാളെടുത്ത് വെട്ടുന്നവനെ അഭിഷേകം ചെയ്യാനുള്ള കൃപ ദൈവം നമുക്ക് തരും. ഏലിശ വാളെടുത്ത് വെട്ടി, യോവാബ് വാളെടുത്ത് വെട്ടി. അങ്ങനെയാണെങ്കിൽ അവരെയൊക്കെ അഭിഷേകം ചെയ്യാനുള്ള ഒരു അനോയിന്റിങ്, ആ ഫയർ ഇന്ന് നമുക്ക് പ്രാപിക്കണം. ഹല്ലേലൂയ. ഞാൻ സാധാരണ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു മോളാകാനേ എനിക്ക് പ്രായമുള്ളൂ. എൻ്റെ ഡാഡിയും മമ്മിയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. മോളി ആൻറ്റി, ഷാജി അങ്കിൾ is praying for me and I thank God for them. ഷലോമി ആൻറ്റി is praying. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. പക്ഷെ ഇന്ന് പകൽ നമുക്ക് ഈ അഗ്നി പ്രാപിക്കണമെങ്കിൽ, ഈ ഒരു അഭിഷേകം പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ഈ ശരീരം ഒന്ന് വിശുദ്ധിയുള്ളതായിരിക്കണം, ജീവനുള്ളതായിരിക്കണം. നമ്മൾ വിശ്വസ്തരല്ല, അവിശ്വസ്തർ തന്നെയായിരുന്നു. പക്ഷെ ദൈവം നമ്മളോട് വിശ്വസ്തനായിരുന്നു. ഇന്ന് നമുക്ക് ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ ഇന്ന സഹോദരിയെ പറ്റി കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരു ആൻറ്റിയോട് പറഞ്ഞു, എന്നാലും അവൾ അത് ചെയ്തല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല. നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ, ഞാൻ തെറ്റുകാരിയായിരുന്നു, എൻ്റെ സഹോദരി അനുഗ്രഹിക്കണമേ. പക്ഷെ ഇന്ന് പകൽ ഈ ചലഞ്ചിനെ ഏറ്റെടുക്കുവാൻ കുവൈറ്റിൽ 20-30 വർഷമായി ഞാൻ താമസിക്കുന്നു. ഈ ദേശം വിടുവിക്കപ്പെട്ടിട്ടില്ല. ഒരു മുസ്ലിം മാനസാന്തരപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. കുറവ് എൻ്റേതാണ്. ഇന്ന് എന്നോട് ക്ഷമിക്കണമേ. എന്നെ ഒന്ന് ശുദ്ധീകരിച്ച് നിന്റെ ആത്മാവിനെ എൻ്റെ അകത്തൊന്ന് പകർന്ന് ഞാൻ തീയായി പുറത്തു പോകുവാൻ, യെസ്, ഇൻ ജീസസ് നെയിം, കർത്താവെ നീ ഇടയാക്കണമേ എന്ന് എന്നോട് ക്ഷമിക്കണമേ. കർത്താവെ, എൻ്റെ യേശുപ്പച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ചെന്നിടത്തെല്ലാം അവൻ എന്തുവേലൊക്കെ ചെയ്തിട്ടുണ്ട്. അവൻ്റെ ദേശത്ത് ചിലരുടെ അവിശ്വാസം കാരണം അവൻ ചിലത് പ്രവർത്തിക്കാതെ മടങ്ങിപ്പോയി. പക്ഷെ നിങ്ങളുടെ അവിശ്വാസം കാരണം ദൈവം നിങ്ങൾക്കൊന്നും ചെയ്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അവൻ്റെ ആത്മാവിനെ അവൻ ഇമ്മെഷറബിൾ ആയിട്ടാണ് നമുക്ക് നൽകി തരുന്നത്. അളന്നല്ല. 2 അന്യഭാഷ പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകം തീരുന്നില്ല. നിക്കോദിമോസിനോട് ദൈവം പറഞ്ഞു, കാറ്റ് അടിക്കുന്നിടത്ത് ആ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ, പക്ഷെ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നില്ല.
അപ്രകാരം തന്നെയാണ് ആത്മാവിൽ ജനിക്കുന്നവന്. അങ്ങനെയാണ് ഇന്ന് അഭിഷേകം പ്രാപിച്ച, ഇന്ന് തീ ഏറ്റെടുക്കുന്ന, ഇന്ന് അഭിഷേകത്തെ ഏറ്റെടുക്കുന്ന ഓരോ ദൈവ പൈതലിനെയും എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത വ്യക്തി ജീവിതങ്ങളുടെ അടുത്തേക്ക്, നിങ്ങൾ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് എൻ്റെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്തോണ്ട് പോകുവാൻ എൻ്റെ അപ്പച്ചൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവകാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റു പറയാം. കർത്താവേ, ഞാൻ അറിയാതെ ചെയ്തു പോയി. അതുകൊണ്ടാണ് യേശു ക്രൂശിൽ കടന്ന് പറഞ്ഞത്, അവരറിഞ്ഞിട്ടില്ല. കർത്താവേ, അവരോട് ക്ഷമിക്കണമേ. യേശുവിനെ ക്രൂശിച്ച എല്ലാവരും അറിഞ്ഞു യേശുവിനെ ക്രൂശിക്കുവാണെന്ന്. അത് അവരുടെ നിയമപ്രകാരം തെറ്റുമാ. പക്ഷെങ്കിൽ യേശു പ്രാർത്ഥിച്ചു, അവരറിഞ്ഞിട്ടില്ല. ഇന്ന് നമ്മൾക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും വർത്തമാനം പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ മുറിവായിരിക്കുന്നെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവരറിഞ്ഞിട്ടില്ല, അവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ അതേ അഭിഷേകമുള്ള സ്തേഫാനോസ് അത് തന്നെ പറഞ്ഞു, അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. കമോൺ, നമുക്കെല്ലാം കണ്ണുകളെ അടയ്ക്കാം, നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മളോട് ക്ഷമിക്കണമേ. യേശുവേ, ഞങ്ങളുടെ സഭകളോട് ക്ഷമിക്കണമേ, എൻ്റെ കുടുംബത്തോട് ക്ഷമിക്കണമേ, എൻ്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമേ, എന്നോട് നീ ക്ഷമിക്കണമേ. എൻ്റെ മേൽ നിന്റെ അഗ്നി കത്തിച്ച് എന്നെ ഒരു മുത്താക്കി പുറത്തു കൊണ്ടുവരണമേ. Praise God.
Jesus' name. എന്റെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, യെസ്, എൻ കണ്ണുകൾ, കാതുകൾ, ബന്ധങ്ങൾ, വെണ്മയായി തീരട്ടെ, എന്റേതാം എല്ലാം വെണ്മയായി. നിങ്ങളുടെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. ജീസസ്. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എല്ലാവരും ഒരുമിച്ച് ഓ കർത്താവേ, ഓ കർത്താവേ, അഗ്നി എന്നിൽ ആത്മാർത്ഥതയോടെ കത്തട്ടെ. അത് മാത്രമാ ദൈവം ആഗ്രഹിക്കുന്നത്. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, Jesus. ഓ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. യേശുവേ, എന്റെ അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന യേശുവിന്റെ മുഖത്തെ ശോഭയെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു മുത്തായി. ഓ അശുദ്ധിയെല്ലാം ആ സ്പാർക്കിൾ നിന്റെ മുഖത്തൂടെ ഇന്ന് മുതൽ വെളിപ്പെടണം. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. Amen. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. പ്രിയ കർത്താവേ, താങ്ക് യു ലോർഡ്. അങ്ങയുടെ കാലുകൾ ഈ സ്ഥലത്ത് നിൽക്കുന്നതിനായി സ്തോത്രം. മന്ദിരം മുഴുവൻ ദൈവത്തിന്റെ വസ്ത്രം കൊണ്ട് നിറഞ്ഞിരുന്നത് പോലെ ആ ശഖസ്യാന്തന ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടവക്ക് സൗഖ്യം ലഭിച്ചതുപോലെ യേശുവിന്റെ വസ്ത്രം ആ ഗ്ലോറി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനാൽ എൻ്റെ പ്രിയ പിതാവിനെ ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു. ശഗന റിഗന രഗൽഖന രഗസ്യാന ഹംദന ശബ്ദുന ബബഹത്തുനെ രഗൽഖന ശകസ്യാന്തരെ ഭൗതുനി അൽഖമനഗസി. തൊടപ്പ തൊട. Praise God. Ashampapa. Judamanagasi korogoshon torunyal kanamasi.
അപ്പാ സംഭവിക്കണേ. നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരു ആത്മത്തിന്റെ പകർച്ച, ആർക്കും ഇരിക്കുവാൻ പറ്റാത്ത രീതിയിൽ ഒരു ആത്മപകർച്ച. പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ട അതേ ശക്തി, ആ പാരമ്പര്യം ഞങ്ങൾക്ക് വേണ്ടപ്പാ. യേശുവിൻ നാമത്തിൽ കെട്ടഴിയട്ടെ. പക്ഷെ പെന്തക്കോസ്തിന്റെ അനുഭവം ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾക്ക് താ. അഭിഷേകം, ആത്മാവിന്റെ അഭിഷേകത്തെ താ ഞങ്ങളുടെ മേൽ വാഴി കർത്താവേ. ഇനി ഞങ്ങളല്ല, നീ ഞങ്ങൾ ജീവിക്കപ്പോ. ജീസസ്, ജീസസ്, എന്റെ യേശു വന്നിട്ടുണ്ട്, ഗുരു വന്നിട്ടുണ്ട്. ലാസർ ഉയർത്തെഴുന്നേക്കും, അവൻ പിന്നെ പന്തിയിലിരിക്കും. എന്റെ യേശുപ്പച്ചന്റെ കൂടെ നീ പന്തിയിലിരിക്കുവാൻ, നിനക്ക് ഉയർപ്പിന്റെ ശക്തി തരുവാൻ ഗുരു വന്നിട്ടുണ്ട്. Oh, fire! Lord, touch, I pray, in the name of your Son, Jesus Christ. ദൂതന്മാർ അവന്റെ മുഖം കാണുന്നില്ല, പക്ഷെ നിനക്ക് ധൈര്യത്തോടെ അവന്റെ കൃപാസനത്തോട് ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കുവാൻ നിനക്ക് അവൻ റൈറ്റ് തന്നില്ലേ? ആ നന്ദി കാണിക്ക. Praise. Thank you, Jesus. എല്ലാവർക്കും പറ്റുമെങ്കിൽ please stand up. Stand on your feet. കരങ്ങളെ അടിച്ച് നിങ്ങളെ ആര് വിമർശിക്കുമെന്നോ അവരെന്ത് ചിന്തിക്കുമെന്നോ ഓർക്കരുത്. നീ ഒരു പ്രസിഡന്റിന്റെ മുമ്പിലാണ് നിൽക്കുന്നെങ്കിൽ ആ പ്രസിഡന്റിനുള്ള റെസ്പെക്ട് കൊടുക്കും. എന്റെ യേശു സ്വപ്നം കാണുന്നത്, എന്റെ യേശു കൊതിക്കുന്നത് നീ ഒന്ന് നിന്നെ മതിമറന്ന് ആരാധിക്കുന്നതാണെങ്കിൽ ബാക്കി ആരെ നോക്കണ്ട. നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്ന് പറഞ്ഞ യേശുവിനെ മതിമറന്ന് നിനക്ക് ഇഷ്ടം പോലെ, നിനക്ക് തൃപ്തി തോന്നുന്നത് പോലെ worship him tonight. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാധാന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ഓ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, സാധാന്യ ശക്തിയെ യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ, ഓ രാജാവേ ഇനി ഞാനല്ല
സാഹചര്യത്തിൽ ഇനി നിനക്ക് യേശുവേ നിൽക്കുവാൻ ദൈവം ബലം തരും. യേശുവേ അവൻ നിന്നിൽ വാഴുവാൻ നീ നിന്നെ വിട്ടുകൊടാ, വിട്ടുകൊടാ. നീ ഇനി വേണ്ട, എന്റെ യേശു മതി. യേശുവേ ഭയമെല്ലാം മാറും, നിരാശ നീങ്ങും, വിലാപം നൃത്തമായി തുറന്നിടും വാതിൽ, അടഞ്ഞവയെല്ലാം പൊരുതും മശീഹ രാജൻ നമുക്കായി. ഭയമെല്ലാം മാറും, നിരാശ നിന്നെ നൃത്തം ചെയ്യിപ്പിക്കുന്ന എന്റെ യേശു ഇവിടെ വന്നിട്ടുണ്ട്. നീ നിന്റെ മേൽ വാഴുവാൻ നീ അവനെ ഏൽപ്പിച്ചോട്. നിനക്ക് വേണ്ടി അവൻ പൊരുതും. ഓ യേശുവേ കണ്ണുകളെ അടച്ചുകൊണ്ട് അവന്റെ ഗ്ലോറി കണ്ടുകൊണ്ട് വന്നു വാഴണമേ. ഞാനല്ല വർഷിപ്പ് ചെയ്യുന്നത്, പരിശുദ്ധാത്മാവിനെ ഞാൻ വിട്ടുകൊടുക്കുന്നു. വന്നു വാഴണമേ. പരിശുദ്ധാത്മാവിന്റെ സ്പർശനം. ഓ യേശുവേ വാഴണമേ. ജനത്തെ കെട്ടിവെച്ചിരിക്കുന്ന അവരുടെ മനസ്സിന്റെ കെട്ടുകളെ പൊട്ടിക്കപ്പോ പരിശുദ്ധാത്മാവ് ആളത്തിൽ വെളിപ്പെടാ. ഓ യേശുവേ എന്നോട് പറഞ്ഞത് സംഭവിക്കും. എന്റെ യേശുവിനോട് വാക്ക് പറഞ്ഞത് സംഭവിക്കും. അവൻ നിന്റെ മേൽ ഇറങ്ങും. യേശുവേ മടുത്തു പോകാതെ നീ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥനയുടെ വരം തിരിച്ചു പ്രാപിക്കുക. ദേശത്തിന് വേണ്ടി കരയുവാനുള്ള വരം. യേശുവേ ഇനി ഞാനല്ല നീയല്ലോ രാജാവേ. ഇനി ഞാനല്ല യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല. പാട്ടനുസരിച്ച് നിങ്ങൾ പോകണ്ട. ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങുന്നതനുസരിച്ച് പ്രതികരിക്കുക, അവനോട് സഹകരിക്കുക. നീയല്ലോ യേശുവേ വന്നു വാഴണമേ. ഓ യേശുവേ I feel his presence. യേശുവേ ഹല്ലേലൂയ. എന്നിൽ നീയല്ലോ ഓ രാജാവേ. ജീവിക്കട്ടെ, അസ്ഥികൾ ജീവിക്കട്ടെ. ഓ യേശുവേ വന്നു. യെസ്, ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റിനോട് പ്രവചിക്കുന്നു. വന്നു ഊത, വന്നു ഊത, ജീവിക്കട്ടെ. ഓ യേശുവേ ഉറമവനെ അധരമ ശകരക ഉറമനവ തുറമന യാത്ര